blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി, പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, പൊഴിയൂരിൽ നിന്നുള്ള സജിൻ ജോറിസിനും സിജി സജിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ. ഹാപ്പി ആനിവേഴ്സറി കർത്താവെ. ആ ദാമ്പത്യ ജീവിതത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. വളരെ സമാധാനവും അനുഗ്രഹവും നിറഞ്ഞൊരു കുടുംബജീവിതം തുടർന്നും അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരിയായ സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. CA IPCC എക്സാം ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പുകൾ നവംബറിലേത് കർത്താവെ പാസ് ഔട്ട് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ എല്ലാ വിഷയങ്ങളും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെരിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111996001. Philippians 1:6 says, our God is a good God and He will bring everything He started into completion. ഫിലിപ്പിയർ 1:6 പറയുന്നു, ദൈവം ഒരു നല്ലവനായ ദൈവമാണ്. അവൻ ആരംഭിച്ചതെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. Because He is Alpha and Omega. കാരണം അവൻ ആൽഫയും ഒമേഗയുമാണ്, ആരംഭവും അന്തവും അവനാണ്. Alpha is the beginning and Omega is the end. ആൽഫ എന്ന് പറയുന്നത് തുടക്കമാണ്, ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനമാണ്. But if you want to reach Omega, you have to go through beta, theta, epsilon, sigma and all other letters. നിങ്ങൾക്ക് ആൽഫയിൽ നിന്നും ഒമേഗയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ബീറ്റയിലൂടെ, തീറ്റയിലൂടെ, എപ്സിലോണിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. So if God is present, listen to this. God is speaking to some of you. If God is present at the alpha point, if God is present at the omega point, He is present, very much present in beta point, theta point, epsilon, sigma, lambda and all other points. ദൈവം ഈ ആൽഫ പോയിന്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒമേഗ പോയിന്റിലുണ്ടെങ്കിൽ, ആ ദൈവം അതിനകത്ത് ബീറ്റ പോയിന്റിലും തീറ്റയിലും എപ്സിലോണിലും എല്ലാത്തിൻ്റെ ആ സമയത്ത് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Lift your right hand and say, thank you, Lord. നിങ്ങളുടെ വലതുകരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞ്, നന്ദി കർത്താവേ. Say, thank you, Jesus. യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ Everybody praise Him and thank Him. എല്ലാവരും കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ, So God looked down from heaven. ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കി. And he saw Elijah lying down. അവിടെ ഏലിയാവ് അവിടെ കിടക്കുകയാണ്. Now he is not praying for victory anymore. അദ്ദേഹം ഇപ്പോൾ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. He is not praying for the salvation of people. അദ്ദേഹം ഇപ്പോൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. And he has only one point prayer now, and that is to take his life. അദ്ദേഹത്തിന് ഒറ്റ പ്രാർത്ഥന വിഷയം മാത്രമേ ഉള്ളൂ. അതിപ്രകാരമാണ്, എൻ്റെ ജീവനെ കർത്താവേ അങ്ങ് എടുക്കണമേ. I want to finish my life here. എൻ്റെ ജീവിതം എനിക്ക് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുക. God said, I cannot leave him like that. ദൈവം പറയാണ്, എനിക്ക് അവനെ അങ്ങനെ വിട്ടിട്ട് പോകാൻ He commanded an angel to go to him. ഒരു ദൂതനോട് അവന്റെ അടുക്കിലേക്ക് പോകുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. So under that tree he was in a
coma-like sleep, completely exhausted and completely worn out and burnt out. And the angel came and struck him. അന്ന് ആ വൃക്ഷത്തിൻ്റെ കീഴിൽ അവൻ വളരെയധികം ഒരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ അവൻ കിടന്ന് അവൻ അത്രയും ക്ഷീണിതനായി അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. And he woke up. അവൻ വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. He was angry. Why did he call me? എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് അവൻ I want to ചോദിച്ചു. die. എനിക്ക് മരിച്ചാൽ മതി. The angel said, no, you cannot die. ആ മാലാഖ ദൂതൻ പറയുകയാണ്, നിനക്ക് മരിക്കാൻ കഴിയുകയില്ല. I have brought some delicious food for you. നിനക്ക് വേണ്ടി നല്ല രുചികരമായ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. The angel gave him some bread and water. ആ ദൂതൻ അവന് കുറച്ച് അപ്പവും വെള്ളവും കൊടുക്കുകയാണ്. He ate and drank. അവനത് കുടിച്ച് ആ ഭക്ഷണം കഴിച്ചു കുടിച്ചു. Then he slept again. പിന്നെയും അവൻ ഉറങ്ങി. But the angel did not go from there. ആ ദൂതൻ അവിടുന്ന് അവനെ ഇട്ടിട്ട് പോയില്ല. He waited. അവിടെ ആ ദൂതൻ അവിടെ കാത്തിരുന്നു. When that bread had digested, ആ ഭക്ഷണം അത് ദഹിച്ചു കഴിഞ്ഞപ്പോൾ, I don't know how much time it took, but angel woke him up once again. ആ ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തെന്നറിയില്ല. എന്നാൽ ആ ദൂതൻ അവന് പിന്നെയും തട്ടി വിളിക്കുകയാണ്. He said, hey, Elijah, eat again. അവൻ പറയുകയാണ്, ഏലിയാവേ വീണ്ടും നീ കഴിക്കുക, Drink again. വീണ്ടും നീ കുടിക്കുക. He ate and drank and slept again. അദ്ദേഹം വീണ്ടും കുടിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെയും അവൻ കിടന്നുറങ്ങി. The angel did not go up to heaven. പിന്നെയും ആ ദൂതൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയില്ല. He waited there, അവൻ പിന്നെയും അവിടെ കാത്തു, watching the man of God beautifully sleeping just like a baby. ആ ദൈവത്തിന്റെ പുരുഷൻ അവിടെ ഒരു ശിശുവിനെ പോലെ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് അവൻ നിന്നു. Waited for many hours. ഒത്തിരി മണിക്കൂറോടെ കാത്തിരുന്നു. Woke him up once again. ഒരിക്കൽ കൂടെ അവനെ തട്ടി വിളിച്ചു. Hey Elijah, eat and drink. അവൻ പിന്നെയും പറഞ്ഞു, ഏലിയാവേ നീ എഴുന്നേറ്റ് തിന്ന് കുടിക്കുക. He ate and drank again. അവൻ വീണ്ടും തിന്നു, പിന്നെയും കുടിച്ചു. He slept again. പിന്നെയും ഉറങ്ങി. After that, he had strength enough to walk 40 days and 40 nights until he reached Horeb, the mountain of God. അതിനുശേഷം അവന് ആ ശക്തി ലഭിച്ചതിന് ശേഷം ഹോരേബ് വരെ 40 ദിവസവും 40 രാത്രിയും നടക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി അവന് ലഭിക്കുകയാണ്. Just like God did with Elijah tonight, he is doing something with you. ഏലിയാവിനോട് ദൈവം ചെയ്തതുപോലെ ചില കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Maybe you're so tired in your life, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി so worn out and burnt out. ഒത്തിരി ക്ഷീണിച്ച് ഒത്തിരി ബുദ്ധിമുട്ടിലായി. You're dragging yourself along the way. നിങ്ങളെ തന്നെ വലിച്ചുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. You don't want to live again. നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. You don't have any fire in you, any energy in you. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീയില്ല, ശക്തിയില്ല. But tonight the Heavenly Father says, I'm going to give you a renewal experience, a new strength I'm going to give into your life. ഇന്ന് സ്വർഗ്ഗത്തിലെ പിതാവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നവീകരണത്തിന്റെ, ഒരു പുതുക്കത്തിന്റെ അവസ്ഥ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. How many of you want to receive that? നിങ്ങൾ എത്ര പേർക്ക് അത് സ്വീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? Lift both of your hands and tell him, Lord, I want a renewal in my life. നിങ്ങൾ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് പറഞ്ഞാൽ, ദൈവമേ ഇന്ന് എനിക്ക് അങ്ങ് നൽകുന്ന പുതുക്കം എനിക്ക് ആവശ്യമാണ്. Come on, speak to your God. നിങ്ങൾ ഇപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. Speak to your Father. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. Before you leave this place, he wants to strengthen you. നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുന്നതിന് മുൻപ് നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. In this world you may be so tired to live on. നിങ്ങൾ ഈ ലോകത്തിൽ വളരെയധികം ക്ഷീണിതനായി ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരിക്കാം. But tonight, with the word of God and with the Holy Spirit, the 2 agencies, he wants to strengthen you. ഇന്ന് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവം നിങ്ങളെ ശക്തീകരിക്കുവാൻ, ഒരു പുതുക്കം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Put your hands down. നിങ്ങളുടെ കരങ്ങൾ താഴെയിട്ടാലും. Isaiah 40 and verse number 31 says, യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം, but those who hope in the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary.
they will walk and not be faint. എങ്കിലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടും, ക്ഷീണിക്കുകയില്ല. അവർ നടക്കും, തളർന്നു പോകുകയുമില്ല. See the caring heart of the Lord. നിങ്ങൾ ദൈവത്തിന്റെ ഈ കരുതുന്ന ഹൃദയത്തെ ഒന്ന് ചിന്തിച്ചാലും. The Bible says this is a promise also. There are some truths also in it. It says those who hope in the Lord. Some of the translations, those who wait upon the Lord. ഇവിടെ പറയുന്നത് വചനത്തിലുള്ള വാഗ്ദത്തങ്ങളാണ്, സത്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി പ്രത്യാശയോടെ ഇരിക്കുന്നവർ എന്നാണ് പറയുന്നത്. Renew their strength. അവർ തങ്ങളുടെ ശക്തിയെ പുതുക്കുന്നതായിരിക്കും. They will soar on wings like eagles. They will run and not grow weary. They will walk and not be faint. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടും, ക്ഷീണിക്കുകയില്ല. അവർ നടക്കും, തളർന്നു പോകുകയില്ല. An amazing thing I found out from the Hebrew text of this verse. ഈ വേദഭാഗത്തിൻ്റെ എബ്രായ ഭാഷയിലുള്ള അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ കണ്ടെത്തി. In the place of wait, those who wait upon the Lord, the original expression is this: those who bind themselves together with the Lord. അവിടെ കാത്തിരിക്കുക എന്ന് പറയുന്ന ആ വാക്കിന് പകരമായി അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള എബ്രായത്തിലുള്ള ആ പദം ഇപ്രകാരമാണ്: ദൈവവുമായി ഒരു കയറ് പിരിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ കെട്ടിയിരിക്കുന്നവർ, ദൈവവുമായി അതുപോലെ കയറ് പിരിക്കുന്നത് പോലെ കെട്ടിയിരിക്കുന്നവർ. Those who are intertwined their lives with the Lord will renew their strength. ദൈവവുമായി തങ്ങളുടെ ജീവിതത്തെ ആ കയറ് പിരിക്കുന്നത് പോലെ കെട്ടിയിരിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതം അവർക്കൊരു പുതുക്കം ലഭിക്കുന്നതാണ്. Did you get the point? നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? How do you do that? എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത്? Through waiting upon the Lord. ദൈവത്തെ കാത്തിരിക്കുമ്പോൾ, in prayer. പ്രാർത്ഥനയിൽ. Hello. If you have a praying nature, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, what you originally do is you twist your spirit with the Lord's spirit and you become one, so that His strength will be flowing into your spirit. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ചെയ്യുന്നത്, നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവുമായി നിങ്ങൾ ചേർത്ത് കെട്ടിയിട്ട്, അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിലേക്ക് പകരപ്പെടുകയാണ്. In the epistle to Corinthians, Paul is saying that those who unite himself with the Lord becomes one with him in spirit. അവിടെ പറയുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പ്രകാരമാണ് പറയുന്നത്: ദൈവവുമായി പറ്റിച്ചേരുന്ന ആളുകൾ അവനുമായി ഏകാത്മാവായി തീരുന്നു. Hallelujah. Hallelujah. That is what is meant here. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. How many of you want to go up in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു പോകുവാൻ, ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? There is a person who is sitting on the throne, higher than any other throne. ഒരു വ്യക്തി എല്ലാത്തിനേക്കാളും ഉയരെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. Have a hold on him. അവനിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. That is done through prayer. അത് പ്രാർത്ഥനയിലൂടെയാണ് നടക്കുന്നത്. Hallelujah. Hallelujah. A praying person, the whole world will see his life going up and up and up. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുഴുലോകം നോക്കി കാണുമ്പോൾ അവൻ്റെ ജീവിതം ഉയർന്ന് ഉയർന്ന് മേലോട്ട് പോകുന്നത് ലോകം മുഴുവൻ കാണാൻ പോവുകയാണ്. So Isaiah the prophet said, if you wait upon the Lord, that means if you intertwine yourself with the Lord, your strength will be renewed, and not only that, they will soar on wings like eagles. They will run and not grow weary. They will walk and not be faint. ഇവിടെ പറയുന്ന യേശയ്യാവ് പറയുന്നത്, ദൈവത്തെ കാത്തിരിക്കുന്നവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവ് ദൈവവുമായി ഇതുപോലെ കെട്ടുപിണഞ്ഞ് ഒന്നായി തീർന്നിരിക്കുന്നവർ, അവർ തങ്ങളുടെ ശക്തിയെ പുതുക്കുന്നതാണ്.
Psalm 103 and verse number 5 says, who satisfies your desires with good things so that your youth is renewed like the eagles. സങ്കീർത്തനം 103:5 ഇപ്രകാരം പറയുകയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കേണ്ടതിന് അവിടുന്ന് നിന്റെ ആയുഷ്കാലം നന്മ കൊണ്ട് തൃപ്തനാക്കും. So when you pray, he'll be showering all his blessings on you. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു മഴ പോലെ നിങ്ങളുടെ മേൽ ദൈവം ചൊരിയുകയാണ്. He says he will satisfy all your desires. ഇവിടെ പറയുന്ന ദൈവം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു തരുന്നതാണ്. With all the good things. എല്ലാ നന്മകൾ കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുന്നതാണ്. So that your youth will be renewed. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൗവനം അത് കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുന്നതാണ്. Hallelujah. Hallelujah. Renewal, refreshment is coming from the Creator. ഇതുപോലെയുള്ള പുതുക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. Can I tell you something tonight? As I am speaking these words, the wind of the Holy Spirit is coming into your hearts and He is blowing away all the ashes covered on the fire, and the fire is going to get into flames. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കിടക്കുന്ന ചാരം, ആ തീക്കനലിൻ്റെ മേൽ കിടക്കുന്ന ആ ചാരം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുമ്പോൾ അത് പറന്നു പോയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ തീ അത് ആളിപ്പടരാൻ പോവുകയാണ്. And the Holy Spirit wants to propel you to your destiny. അത് മാത്രമല്ല, ദൈവം നിങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിങ്ങളുടെ ഉദ്ദേശ സ്ഥാനത്തേക്ക്, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടു പോവുകയാണ്. God has a call on your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒരു വിളിയുണ്ട്. Your life will not end halfway. നിങ്ങളുടെ ജീവിതം പാതി വഴിയിൽ അവസാനിക്കുകയില്ല. You will touch the finishing line. നിങ്ങൾ ആ അവസാനത്തെ ലക്ഷ്യസ്ഥലത്ത് ഒരിക്കൽ തൊടുന്നതായിരിക്കും. താൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ഇടത്തെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് നിമിത്തം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. താൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സർജറി നടത്തി. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഈ സർജറി കൊണ്ടും ഈ അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നു മുതൽ തൻ്റെ കാലിലൊരു നീർക്കെട്ടും ഉണ്ടായിരുന്നു, ചെറിയൊരു വേദനയും ഉണ്ടായിരുന്നു. ഒരു അലോസരപ്പെടുന്ന തരത്തിലൊരു വേദനയായിരുന്നു. അധികം വേദനയില്ല, ചെറിയ വേദനയുണ്ടായിരുന്നു. അതങ്ങനെ നീണ്ടു വന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുൻപ് വരെ ആ വേദന ഉണ്ടായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ആ കാലിൻ്റെ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അതിശക്തമായ വേദനയായി മാറിയത്. ശക്തമായ വേദനയായിട്ട് തനിക്ക് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. സഹോദരി പറഞ്ഞത്, വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒരല്പനേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും താൻ തളർന്നു പോകും, എവിടെയെങ്കിലും പോയി ഇരിക്കും, അതുപോലെ വേദനയായിരുന്നു. എന്നാൽ അന്ന് ഈ ആഴ്ചയിൽ താൻ സ്ഥിരമായി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയാണ്. താൻ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ക്ഷമ സിസ്റ്റർ ആയിരുന്നു ആ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്തിരുന്നത്. അന്ന് ക്ഷമ സിസ്റ്റർ വ്യക്തമായി പറഞ്ഞു എന്നാണ് പറയുന്നത്, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അതിശക്തമായി വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഈ സഹോദരിക്ക് വർഷങ്ങളായിട്ട് വേദന, ഈ ഭാഗത്ത് വേദനയുള്ള ഒരു വ്യക്തിയാണ്, യേശു ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ സഹോദരി ഇത് TV പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നില്ല, പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് യേശു ഇത് പറയുന്നത്, ഞാനിത് സ്വീകരിക്കുകയാണ് എന്ന് താൻ പറഞ്ഞു, വിശ്വസിച്ച് അത് ഏറ്റെടുത്തു. സഹോദരി പറഞ്ഞത്, അത് കഴിഞ്ഞ് താൻ നടന്നു നോക്കി, ശ്രദ്ധിച്ചില്ല, പക്ഷെ അത് കഴിഞ്ഞ് താൻ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ വേദന തനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ശക്തമായി താൻ നടന്നു നോക്കി, ഒരു കുഴപ്പവും ഇല്ല. തന്നെയുമല്ല, ഈ 5 വർഷമായിട്ട് തൻ്റെ ആ കാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ആ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ വേദനയും കൂടെ പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഇന്ന് ഒരു വേദനയും തൻ്റെ കാലിലില്ല എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഓക്കെ, ഈ സാക്ഷ്യം ജോർജ് ബ്രദറാണ് പറഞ്ഞത്, പറഞ്ഞു കൊടുത്തിട്ടല്ലേ പറഞ്ഞു? സ്വന്തം വായ കൊണ്ടൊന്ന് പറഞ്ഞേ, എന്താണ് ഉണ്ടായിരുന്ന അസ്വസ്ഥത? പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് മാറ്റം ഉണ്ടായത്? ഈ പറഞ്ഞൊക്കെ ശരിയാണോ? വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. ഓക്കെ,
പ്രാർത്ഥിച്ച സമയത്തുണ്ടായ വ്യത്യാസം പറ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കാലിന് ഭയങ്കര നീരുണ്ടായിരുന്നു. നീര് അത് കുറേ 5 വർഷമായി ഇങ്ങനെ ഒത്തിരി ഈ നീരായി. സർജറിക്ക് ശേഷമാണ് നീരുള്ളത്? അതെ, നീരാണ്, ഒത്തിരി നീര വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ നീര് മാറി കിട്ടാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ +2 കൂടെ പരിപാടിയും കാണും, അപ്പോൾ അതിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ കാലിൻ്റെ നീരൊന്ന് മാറി കിട്ടിയാൽ മതിയെന്ന്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ടാണ് ഈ ഉപ്പിറ്റയ്ക്ക് വേദന കൂടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചട്ടിയൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കട്ടിലയിൽ ഇരുന്നാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എൻ്റെ വേദന തന്നെയാണ്, എനിക്കാണ് സൗഖ്യം കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ വീട്ടിലും പറഞ്ഞു. അടുത്തുള്ളൊരു ചേച്ചിനോട് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോകാനിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ചേച്ചി, എനിക്കിങ്ങനെ സൗഖ്യം കിട്ടി, എനിക്ക് വേണ്ടി തന്നെയാണ് അത് സിസ്റ്റർ പറഞ്ഞത്. അതിനുശേഷം ചെക്ക് ചെയ്തു നോക്കി, നടന്നു നോക്കി, വേദനയില്ല. മറ്റേ ഇച്ചിരി നേരം കാല് തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാല് നിലത്ത് ചവിട്ടാൻ പറ്റൂല. ഈ 2 ദിവസമായിട്ട് ആ പ്രശ്നമില്ല. കൈകളടിച്ച് യേശുവിന് നന്ദി പറയും. ഹല്ലേലൂയ. വെരിക്കോസ് വെയിനോ അനുബന്ധമായ രോഗങ്ങളോ വേറെ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റർ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം, കൈകൾ ഉയർത്താം. യേശുവിൻ്റെ നാമത്തിൽ ഇതുപോലുള്ള രോഗങ്ങൾ എന്തായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം കാണുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിലും ദൈവിക രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 05574156618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരെയും അങ്ങ് ഈ സമയത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പ്രായമില്ലാത്ത ഒരു വ്യക്തി, എന്നാൽ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ബാധിച്ചൊരു വ്യക്തിയെ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായ ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് B ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത്. കൂടാതെ മഞ്ഞപ്പിത്തം ദീർഘനാളായി രക്തത്തിൽ കലർന്നിട്ടുള്ളത് പൂർണ്ണമായൊരു സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവെ നീ കൊടുക്കണമേ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവ് നൽകിയ, പ്രത്യേകിച്ച് പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരുപക്ഷെ വടിയുടെ സഹായത്തോടെ, വാക്കറിൻ്റെ സഹായത്തോടെ, വീൽ ചെയറിലും ആയിരിക്കാം, പക്ഷേ യേശു നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ഒരു വലിയ സൗഖ്യം ഇന്ന് നൽകുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. രക്തത്തിലുള്ള ചില തകരാറുകൾ കർത്താവ് മാറ്റിക്കളയും. കിഡ്നിയിലുള്ള തകരാറുകൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറട്ടെ. യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പൈൽസ് രോഗം മാറട്ടെ. ഫിസ്റ്റുല എന്ന രോഗം മാറിപ്പോകട്ടെ. അസ്ഥികൾ സൗഖ്യമാകട്ടെ. മജ്ജ സൗഖ്യമാകട്ടെ.
മക്കളില്ലാത്തവരെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ സമയത്ത് 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിടുതലും സൗഖ്യവും ഏതാണെങ്കിലും സ്വീകരിക്കുക. കർത്താവെ, അങ്ങയുടെ സൗഖ്യത്തെ ഓരോരുത്തരിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി. വലിയ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ഇന്ന് തന്നെ വൈകിട്ട് രാത്രി 9:30 മണി മുതൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ബ്ലെസ്സഡ് നൈറ്റ് വിജിൽ നടക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും ദൂരെയാണെങ്കിലും വരിക. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഒട്ടും വരാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഫോണിൽ വിളിച്ചറിയിക്കാം. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജായി അയക്കാം, ഇമെയിൽ അയക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി, ദൈവപ്രസാദം, ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ഈ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എൻ്റെ കോപ്പികൾ ലഭ്യമാണ്. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഐ നോ ദീസ് ബുക്സ് വിൽ മിനിസ്റ്റർ ടു യുവർ ലൈഫ്. എല്ലാ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന സ്പെഷ്യൽ പ്രെയർ രാവിലെ 9:30 മണി മുതൽ 12:30 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് നിങ്ങൾക്കതിൽ സംബന്ധിക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരും അനുഗ്രഹിക്കും. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും നമുക്ക്